ഹലോ, അസ്സലാമു അലൈക്കും. ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു അടിപൊളിയായിട്ടുള്ള മീൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ മീൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആക്വറ മീനാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 10-11 പീസ് ഉണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ളൊരു മസാല തയ്യാറാക്കണം. ആദ്യം തന്നെ 2 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 സ്പൂണോളം, പിന്നെ അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ ടൈമിൽ ഒന്നും കൂടെ ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മസാലയിലോട്ട് 2 സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീൻ ഓരോന്നും എടുത്തിട്ട് മസാല പുരട്ടി കൊടുക്കാം. മീനുമേൽ മസാല നല്ലോണം പുരട്ടിയതിന് ശേഷം നമുക്കൊരു 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ബിരിയാണിയിലോട്ടുള്ള അരി ഒന്ന് വെള്ളത്തിലിടണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ഗ്ലാസ്സിന് 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള ഈ UTC അരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കണേ റൈസ് കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ 4 ഗ്ലാസ് അരി എടുത്ത് അതിന് 8 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇതാ ചോറ്റോല പറഞ്ഞൊരു ഇതുണ്ട് കേട്ടോ, ഓല. അത് ഇതേപോലെ ഒന്നെടുത്തിട്ട് 4 പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ടുള്ള കറാമ്പട്ട, കറാമ്പൂവ്, ഏലക്ക ഇതൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഒരു 4-5 പീസിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ അതുപോലെ മിൽമയുടെ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഡാൽഡ എന്താ വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അരി അരമണിക്കൂറിന് ശേഷം വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിതാ നമ്മളെ റൈസ് കുക്കറിൻ്റെ കലത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഉപ്പ് കുറവുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു 1/2 സ്പൂണോളം ഉപ്പും കൂടെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒന്നിങ്ങോട്ട് തിള വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് റൈസ് കുക്കറിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു റൈസ് കുക്കറിൻ്റെ ഫുൾ വീഡിയോ എന്തെല്ലാം റൈസ് കുക്കറിൽ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവരുണ്ട്, അത് പോയി കാണണം കേട്ടോ. അപ്പോൾ ഞാനിതാ മീൻ ബിരിയാണിക്ക് 4 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. മസാല നല്ലോണം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഉള്ളി ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് തന്നെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് മുളക് ഉള്ളിൻ്റെ കൂടെ കേട്ടോ ക്രഷ് ചെയ്തത്. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് അരക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മുളകും കൂടി അരച്ചെടുക്കാം. അപ്പോൾ 4 ഉള്ളിയും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചോപ്പർ നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നല്ലൊരു ഇതാണ്, പെട്ടെന്നെല്ലാം നമുക്ക് മുറിച്ചെടുക്കാം. ഞാൻ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതും അതിൽ തന്നെ ഞാൻ കട്ട് ചെയ്ത് കേട്ടോ. ഇനി ഒരു പാന് വെച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതാ നമ്മളെ അയക്കുറ മീൻ പൊരിച്ചെടുക്കാം. ഏത് നെയ്മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ഭാഗം വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മീനെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ആ പാനിലുള്ള ഓയിലിലോട്ട് കുറച്ചും കൂടി ഓയിലും അതുപോലെ ഒരു 1-2 സ്പൂണ് മിൽമയുടെ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച 4 വലിയുള്ളി 3 പച്ചമുളകും ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ തന്നെ മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ബിരിയാണിക്ക് നല്ല മീനിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ. ഇനി ഇത് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ലേശം ഉപ്പിട്ടെടുത്തിട്ടുണ്ട് പാകത്തിനുള്ള. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഒരു 3 തക്കാളി നമ്മളിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടെടുക്കുന്നത്. 1 സ്പൂണ് മതി കേട്ടോ. നമ്മളിപ്പോൾ ചിക്കനൊന്നും അല്ലല്ലോ, മീനായതുകൊണ്ട് തന്നെ 1 സ്പൂണൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മതി. പിന്നെ ഇതിലോട്ട് കട്ട തൈരാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 2 സ്പൂണ്, അധികം പുളിയില്ലാത്ത തൈര് 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലോട്ട് പുതിന കുറച്ചും അതുപോലെ മല്ലിച്ചപ്പ് കുറച്ച് കൂടുതലായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികളായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്, പിന്നെ ഗരം മസാലയും 1 സ്പൂണ്. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. മുളക് നമ്മൾ ചതച്ചിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ ഒരു മീൻ എടുത്തിട്ട് ഇതിലോട്ട് ഇതേപോലെ ഇങ്ങനെ ക്രഷാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഒന്നിട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ തക്കാളി അരച്ച മിക്സ് ഉണ്ട്, അതിൽ വെള്ളം ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇനി അതിന് ശേഷം നമുക്ക് ഈ ഒരു മീൻ ഇതിലൊന്നിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു മസാലയിലോട്ട് മീനിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേണമെന്നുള്ളവർ ചെയ്താൽ മതി. ഈ ഒരു ടൈമിൽ നമുക്ക് റൈസ് കുക്കറിൽ എന്തായി നോക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറോളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ റൈസ് ഇവിടെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്നിനോട് ഒട്ടാതെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ആയിട്ടുണ്ട്. നമുക്ക് ഈ മീൻ തീർന്നൊന്ന് മാറ്റിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാറ്റിയാൽ മതി കേട്ടോ മീൻ. ഞാൻ മീൻ മാറ്റുന്നുണ്ട്, ഇല്ലെങ്കിൽ ഉടയും നമ്മൾ മസാല ഒക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ മീനൊക്കെ ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മീനിൻ്റെ മുകളിലായിട്ട് തന്നെ റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ റൈസ് ഒന്ന് പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് മീൻ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വീണ്ടും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി റൈസെല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് റൈസിനൊരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം കേട്ടോ. അപ്പോൾ അതേപോലെ ഒരു തട്ട് വെച്ചിട്ടാണ് ദമ്മ് വെച്ചിട്ടുള്ളത്. ഒരു 15 മിനിറ്റോളം ദമ്മിലിട്ടതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് റൈസ് ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മീൻ വേർതിരിച്ചെടുക്കണം. എന്നിട്ട് മസാല മിക്സ് ചെയ്യാം. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ മീൻ ബിരിയാണി. അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെയും സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റും അതുപോലെ ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബായ്, താങ്ക് യു.